എനിക്കിപ്പോഴും ചേച്ചിയോട് പറയാതിരിക്കാമായിരുന്നു. മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോയി മറ്റൊരു ഡോക്ടറെ കൊണ്ട് അബോർഷൻ നടത്താമായിരുന്നു. ഞാൻ ഏറ്റു പറഞ്ഞത് എന്റെ ചേച്ചിയുടെ മുമ്പിൽ. ഇതിന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് പറയുന്നത് ഡോക്ടർ ബാലാദേവിയോട്. ബാലാദേവി തിലകന്റെ സഹോദരിയാണ്. തിലകന്റെ സഹോദരി ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ തിലക, ഞാനിതെങ്ങനെ നിന്നെ അറിയിക്കും? എങ്ങനെ അറിയിക്കാതിരിക്കും? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. നിന്റെ ഗർഭം ഞാൻ അലസിപ്പിക്കാം. ഡോക്ടർ ബാലാദേവിയുടെ കടമ. എന്റെ ചേച്ചി എനിക്കൊരു ജീവിതം തരാൻ നിശ്ചയിച്ചു. ഒരു ഡോക്ടർ കുംഭസാര രഹസ്യം സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം എന്റെ സഹോദരനോട് പോലും പറയില്ല. പക്ഷെ ശുഭ വിശ്വസ്തയായ കാമുകയും ഭാര്യയുമായിരിക്കണം. നിനക്ക് പറ്റിയ അപകടം നീ തിലകനെ എഴുതി അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആശുപത്രിയിലേക്ക് വരൂ. വരൂ. എന്തുണ്ടായി പറയൂ, എന്തുണ്ടായി? സിസ്റ്റർ, എന്താണ് സംഭവിച്ചത്? സുഭാഷിണി എന്ന ജയിലിന് MTP ആയിരുന്നു. കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. MTPക്ക് സാധാരണ എങ്ങനെ സംഭവിച്ചുകൂടല്ലോ? ആ പേഷ്യന്റ് നേരത്തെ അബോർഷന് മരുന്ന് കഴിച്ചിരിക്കണം. ഏതായാലും ആ കുട്ടി മരിച്ചു. ബാലയുടെ കയ്യിൽ നിന്നും തെറ്റൊന്നും ഉണ്ടായില്ലല്ലോ. ഇങ്ങനെ അപ്സെറ്റ് ആകുന്ന എന്തിന്? ഏത് പേഷ്യന്റിനും ഏത് ഘട്ടത്തിലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും. ആ പെൺകുട്ടി ഏതെന്ന് മനസ്സിലായില്ലേ? സുഭാഷിണി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. ആ പെൺകുട്ടിയുടെ കൂടെ ആരും വന്നിട്ടില്ല. അവളുടെ വീട്ടിൽ ആർക്കും അറിയാമെന്നും തോന്നുന്നില്ല. ഏതായാലും സംഭവിച്ചു. നീ സമാധാനമായിട്ടിരിക്കൂ. പോസ്റ്റ്മോർട്ടം വേണം. ഞാൻ ഹസ്ബൻഡിനും കൂട്ടി പോയി അവിടെ വീട്ടിൽ വിവരം അറിയിക്കാം.
സുഖ അബോഷന് വേണ്ടി ഏതോ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാഗത്ത് നിന്ന് പോകാൻ കാരണം. എന്തായാലും അവള് മരിച്ചു. ശവം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോയാൽ മതി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എന്റെ മോളുടെ ശവം കൂടി അറുത്ത് കീറണം. പ്രതീക്ഷിക്കാത്ത മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണം. എന്ത് മരുന്നാണ് കഴിച്ചിരുന്നെന്നും മറ്റും അറിയാമല്ലോ. എന്റെ തെറ്റാണെങ്കിൽ അതും അറിയാമല്ലോ. ഡോക്ടറെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഒരു പോസ്റ്റ്മോർട്ടം കൂടെ നടത്തി മരിച്ചവൾക്ക് ഇനി അപവാദം വരുത്തി വെക്കുന്ന എന്തിനാ? എന്താണ്? പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന്റെ ഒന്നും കാര്യമില്ല. നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ വാർഡിലെ മെമ്പറാണ്. ഞാൻ വേണമെങ്കിൽ സൂപ്രണ്ടിനെ കാണാം. ചത്തു. പിന്നെ എന്തിനു മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കി വെക്കുന്നു? നിങ്ങൾ വരൂ. സൂപ്രണ്ട് തീരുമാനിച്ചോട്ടെ. അവർക്ക് പോസ്റ്റ്മോർട്ടം വേണ്ടെങ്കിൽ വേണ്ട. നീ ധൈര്യമായിരിക്കും. ഹലോ, ബാല. സുമിത്രയല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം കൂടാതെ ഡെഡ് ബോഡി വിട്ടുകൊടുത്തു. സന്ധ്യയ്ക്ക് മുൻപ് ശവസംസ്കാരം കഴിഞ്ഞു. ബാല വിഷമിക്കാതിരിക്കൂ. ഒരു ഡോക്ടറുടെ മനോധൈര്യം വേണ്ടേ? ശരി. നാളെ കാണാം. വയ്ക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ വരൂ കുഞ്ഞേ. വേണ്ട പണിക്കരമാവ എന്ന് പറഞ്ഞാൽ പറ്റില്ല. വൈകിട്ട് കാപ്പിയും കുടിച്ചില്ല. വരൂ കുഞ്ഞേ. വേണ്ട പണിക്കരമാവൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂ. എനിക്ക് ഉറക്കം വരുന്നു. കുഞ്ഞിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. പിന്നെ നടത്തി പിന്നെ ഇന്നലെ ഇവിടെ ചെയ്തല്ലേ ഭയങ്കരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. പത്രം കണ്ടില്ലേ? എന്താ വിശേഷം? ഈ പത്രത്തിൽ സുബയുടെ മരണത്തെ പറ്റിയൊരു വാർത്തയുണ്ട്. ചില പത്രക്കാർ വാർത്തയുണ്ടാക്കാൻ ബിരുദന്മാരാണല്ലോ. ഒന്ന് വായിക്കൂ. ഒരു യുവതിയുടെ ദാരുണ മരണം. കോട്ടയം. സുഭാഷിണി എന്നു പേരുള്ള അവിവാഹിതയായ ഒരു ഗവൺമെന്റ് ജീവനക്കാരി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള ഒരു ശസ്ത്രക്രിയക്കിടയിൽ നിര്യാതയായിരിക്കുന്നു. ഈ യുവതി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബാലാദേവിയുടെ സഹോദര കാമുകിയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന ഡോക്ടറുടെ സഹോദരനിൽ നിന്നും ഈ യുവതി ഗർഭിണിയായതാണ്. ഡോക്ടർ ബാലാദേവി യുവതിയെ നിർബന്ധിച്ച് ശസ്ത്രക്രിയക്ക് പ്രവേശിപ്പിച്ചു. വെറും മൈനർ ഓപ്പറേഷനായ ഈ ശസ്ത്രക്രിയക്കിടയിൽ കരുതിക്കുട്ടി ഡോക്ടർ യുവതിയെ കൊല ചെയ്യുകയായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ വിഷമിക്കേണ്ട. ചില പത്രക്കാർ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കും. ഡോക്ടറെ അറിയാവുന്നവരാരും ഇത് വിശ്വസിക്കുകയില്ല. ഡോക്ടർക്ക് നോക്കിയല്ലേ? ഞാൻ അവധി എഴുതി കൊടുക്കാണ്. ആ മരിച്ചുപോയ പെണ്ണിന് വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ ഒരുത്തൻ മുമ്പൂടെ വന്നിരുന്നല്ലോ. അവൻ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. ഇരിക്കൂ. എന്താ വന്നത്? ഞങ്ങളുടെ വീട് വല്ലാത്ത വിഷമത്തിലാണ്. നിങ്ങളെപ്പോലെ തന്നെ ശുഭയുടെ മരണത്തിൽ ദുഃഖിക്കുന്നവരുള്ളാണ് ഞാൻ.
നിങ്ങളുടെ ആശുപത്രിയിൽ എത്ര പേര് മരിക്കുന്നു? ഒരു ഡോക്ടറുടെ ദുഃഖം പോലാണോ അവളുടെ അച്ഛന്റെ ദുഃഖം, അവളുടെ മുറച്ചെറുക്കനായ എന്റെ ദുഃഖം? ശുഭയുടെ ശവസംസ്കാരം കഴിഞ്ഞ് എന്ന് കിടന്നാണ് അമ്മാവൻ. ജോലിക്കും പോകുന്നില്ല, വീട്ടുകാരും തന്നെ പ്രയാസത്തിലായി. ഡോക്ടർ സഹായിക്കണം. എങ്ങനെ? അമ്മാവനിപ്പോ കുറച്ച് കാശ് കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. 1000 രൂപ ഉടനെ വേണം. ശുഭയുടെ അച്ഛന് അല്പ ധനസഹായം നൽകാൻ എനിക്ക് വിഷമമില്ല. പക്ഷേ എന്റെ ഒരു രോഗി മരിച്ചു എന്ന കാരണത്താൽ പണം വാങ്ങാനാണെങ്കിൽ അത് നടപ്പില്ല രാമു. വേണ്ട, മാന്യന്മാർ ഇടപെട്ടിട്ടുണ്ട്. ഡോക്ടർ മനഃപൂർവ്വം ശുഭയെ കൊന്നതാണെന്നും അതുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുപ്പിക്കണമെന്നാണ് അഖിലേഷ് കമ്മിറ്റി പറയുന്നത്. അതൊന്നും വേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞു. ആ അമ്മാവനെ നിങ്ങളൊരു ചെറിയ സഹായം പോലും ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ഞാൻ വീട്ടിൽ വന്ന് ശുഭയുടെ അച്ഛനെ കാണാം. അയ്യോ വേണ്ട വേണ്ട, ആ ഭാഗത്തേക്കൊന്നും ഡോക്ടർ വരരുത്. നാട്ടുകാരാകെ ക്ഷോഭിച്ചിളകിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? നല്ല മനസ്സുണ്ടെങ്കിൽ രൂപ നയിക്കണം. ഇതാ 1000 രൂപ. ഡോക്ടർക്ക് ബുദ്ധിയുണ്ട്. വരട്ടെ. ഡോക്ടർക്ക് സുഖമില്ല. ഇന്ന് സൂക്കേടുകൾ ആരെയും പരിശോധിക്കുന്നില്ല. ഡോക്ടറുടെ സൂക്കേട് അറിയാൻ വന്നവരാണ് ഞങ്ങൾ. MLA-യും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് രോഗം വന്നാലും നമ്മൾ വന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ സ്ഥല MLA ആണ്. ഇദ്ദേഹം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി. ഇദ്ദേഹത്തെ സുഭാഷിന് മരിച്ച ദിവസം ആശുപത്രിയിൽ വെച്ച് കണ്ടു കാണുമല്ലോ. ഡോക്ടർ ഇരിക്കൂ. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇല്ല, അത് ശരിയല്ല. നാട്ടിലും പത്രങ്ങളിലും ഡോക്ടറെ പറ്റി കുറെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ കയറി വരുമ്പോ എന്തിനാണെന്ന് മനസ്സിലാവില്ലേ? ഇപ്പൊ മനസ്സിലായി. ബ്രദറും സുഭാഷിനുമായി പ്രേമത്തിലായിരുന്നോ? ആയിരുന്നു. അപ്പോ നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെല്ലാം ശരിയാണ്. ശരിയല്ല. എന്റെ സഹോദരൻ അമേരിക്കയ്ക്ക് പോയിട്ട് 5 മാസമായി. ശുഭയ്ക്ക് 3 മാസം ഗർഭമായിരുന്നു. 3 മാസം ഗർഭമേ ഉള്ളായിരുന്നെന്ന് ഇപ്പോ നിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ? ഞാൻ സത്യം പറയുന്നു. അവൾക്ക് 3 മാസം ഗർഭമേ ഉള്ളായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? ഇപ്പോ തെളിവൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? സൂപ്രണ്ടിനെ സ്വാധീനിച്ച് നിങ്ങളത് സാധിച്ചു. ഓ, പോസ്റ്റ്മോർട്ടത്തിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഡോക്ടർമാരെ തന്നെയല്ലേ നടത്തുന്നത്? പിന്നെ MLA-മാരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒക്കുമോ? നിങ്ങൾ മര്യാദയായിട്ട് സംസാരിക്കണം. ഒരു MLA-യോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സർ. തെറ്റായി ഒന്നും ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം സുഭാഷിണിയെ കൊന്നുവെന്നാണ്. ചിലരങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ചില പത്രങ്ങളും എഴുതി. എന്നെ അറിയാവുന്നവരോ ആശുപത്രിയിലുള്ളവരോ അങ്ങനെ വിശ്വസിക്കില്ല. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനഹിതമനുസരിച്ച് നമുക്ക് നീങ്ങാം. ശരി, നേരിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ജനങ്ങൾ പറയുന്നതിനെതിരായിട്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വകുപ്പ് മന്ത്രിയെ ഞാനൊന്ന് കാണാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. സസ്പെൻഷൻ ഓർഡർ അല്ലേ? ഞാൻ അറിഞ്ഞിട്ട് വരികയാണ്. രാഷ്ട്രീയക്കാർ ഇടപെട്ടതാണ്. നീ സമാധാനിക്കൂ. എൻക്വയറി വരുമല്ലോ. എന്റെ ജീവിതം നശിച്ചു സുമിത്രേ. തന്റെ ഇടമായിരിക്കണം. എൻക്വയറിക്ക് പുറമെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവും. പക്ഷേ സത്യവും നീതിയും
നിന്റെ ഭാഗത്താണ്. എനിക്ക് ഡ്യൂട്ടിയുണ്ട്. വൈകിട്ട് വീട്ടിൽ വന്ന് കാണാം. എന്താണ് വന്നത്? ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞു. അമ്മാവനോ ഞാനോ അതിന് ഉത്തരവാദിയല്ല. ആരാണ് ഉത്തരവാദിയെന്ന് ഞാൻ ചോദിച്ചില്ല. ആ, ഡോക്ടറുടെ പേരിൽ കേസ് കൊടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഗവൺമെന്റ് കേസെടുത്താൽ കക്ഷി എഴുതണമെന്നും പറയുന്നു. ആയിക്കോളൂ. അമ്മാവൻ ഡോക്ടറെ വിട്ടൊന്നും ചെയ്യുകയില്ല. അമ്മാവനെ ഡോക്ടർ ഒന്ന് സഹായിക്കണം. രൂപ തരണമെന്നാണോ? ആ, മറ്റാരും വരാനാ? അമ്മാവന് ശരീരസുഖമില്ല, ചികിത്സയ്ക്ക് രൂപ വേണം, വീട്ടിലോ നടക്കണം. 2000 രൂപ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇനി ഞാനൊരു പൈസ തരികില്ല. എടാ, അവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിക്കുമ്പം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ദേ, ഇത് കൊലക്കേസാണ്. മരിച്ച പെണ്ണിന്റെ തന്തയുടെ മൊഴിയാണ് പ്രധാനം. വേറെ 2000 രൂപ വയ്ക്കുന്നുള്ളൂ. അത് തരാൻ മനസ്സില്ലെങ്കിലേ ഞങ്ങൾ ഡോക്ടർക്കെതിരെ മൊഴി കൊടുക്കും. ഒന്നു ഏ? ഞാൻ ഇപ്പൊ വരാം. ഉം. ആ രൂപ ഞാൻ കൊടുത്തേക്കണം. അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് പണിക്കരമ്മാവ. എന്തുവാകട്ടെ, സർക്കാർ വരെ കുഞ്ഞിനെതിരായില്ലേ, ഇനി ആ പെണ്ണിന്റെ തന്ത കൂടെ എതിരായാലോ? അയാൾ ചോദിച്ച രൂപ ഞാൻ കൊടുത്തേക്കണം. ഞാൻ കൊടുക്കില്ല. കുഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇന്ന് വരെ 1 രൂപ പോലും ശമ്പളം വാങ്ങിച്ചിട്ടില്ല. എനിക്കിപ്പോ 2000 രൂപ വേണം. ഇപ്പൊ 2000 രൂപ കൊടുത്ത 10 ദിവസം കഴിയും മുമ്പ് അയാൾ ഇനിയും വരും. അത് അപ്പൊ നോക്കിക്കോളാം. ഇപ്പൊ 2000 രൂപ കൊടുക്കണം. ജോലി പോയാലും വലുതല്ലേ രൂപ. പണിക്കരമ്പാവനാണ് പറയുന്നത്. കൊടുക്കണം. കൊടുക്കണം.